CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPM-ൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TP-യെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനു വേണ്ടി ഒട്ടിക്കാൻ CPM-ന്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിന്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിന്റെ ഉത്തരവാദിത്വം UDF-ന്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോൾ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയൊരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോൾ കേരളത്തിന് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്റ്റ് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിൻ്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിൻ്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സംരക്ഷണം ഈ ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്തു വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിൻ്റെ പേരിൽ പ്രസംഗിച്ചത്, നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ജയവും പരാജയവും വരും പോവും, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിൻ്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPM-ന്റെ പ്രവർത്തകരിൽ, നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു, ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ് അയാളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് അയാളെ ഒരു വർഗീയവാദിയാക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഞാനതാ പറഞ്ഞു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രമല്ല,
അതിനൊരാളെ കരുവാക്കിയിട്ട് അവർ തകർക്കാൻ ശ്രമിച്ചത് നാടിൻ്റെ ഐക്യമാണ്. കാസിമിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ് അപ്പോൾ ആ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞത്, എൻ്റെ ഫോണിൽ ഇങ്ങനൊരു ഗ്രൂപ്പില്ല, ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെടുത്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പോലീസിന് അപ്പം തന്നെ മറുപടിയില്ല. ആ ചെറുപ്പക്കാരനോട് ഇവരുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വന്ന് മാപ്പ് പറയണം. കടുത്ത ശിക്ഷ ഈ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകണം. അല്ല പിന്നെ ഞങ്ങളാരും ഞാനിപ്പം ഇതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോയാൽ അതിൻ്റെയൊക്കെ വാർത്ത അതിലേക്ക് ഒരു ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. CPM എങ്ങനെയാണ് പ്രതികരിക്കുക? അവർ തന്നെ ഉണ്ടാക്കി വെച്ച സാധനം, അവർ തന്നെ സംരക്ഷിക്കാൻ വെച്ച സാധനം. പാർട്ടി സെക്രട്ടറി ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചതെന്താ? LDFിൻ്റെ കൺവീനർ വടകരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അവരുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും ഇവർ നടത്തിയ പിന്നെ പ്രസംഗങ്ങൾ എന്താ? അതിൻ്റെ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? എന്ത് ന്യായീകരണമാണ് അതിനകത്ത് പറയാനുള്ളത്? ഫുട്ബോളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊരു അർജന്റീനൻ ആരാധകനാണ്. അത് ജയിച്ചാലും തോറ്റാലും ഒക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം മെസ്സി ഇപ്പം ഇന്ന് വായിച്ച വാർത്തകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2006 അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ പിന്നെ അർജന്റീനക്കാരനായി മാറുന്നു. ഇപ്പോൾ 2026 അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടുമ്പോൾ ആ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ അർജന്റീനക്കാരനായി മാറുന്നു. പ്രായം കൂടിയ ഹാട്രിക്കിൻ്റെ ഉടമയായി മാറുന്നു. 27 വയസ്സുള്ള എംബാപ്പയും അതുപോലത്തെ അതിലും താഴെ വയസ്സുള്ള എർലിംഗ് ഹാലൻഡും ഒക്കെ ഇന്നലെ അവരുണ്ടാക്കിയ ബ്രേസ്, അവരടിച്ച 2 ഗോളുകൾ ഇന്ന് പുലർച്ചെയാകുമ്പോഴത്തേക്കും ഈ 38കാരൻ ഒരു ഹാട്രിക്കിലൂടെ അതിനോടൊപ്പം നിൽക്കുമ്പോൾ ശരിക്കും അൺഡിസ്പ്യൂട്ടഡ് ഗോട്ട് ഓഫ് വേൾഡ് ഫുട്ബോൾ എന്ന കാര്യത്തിൽ ആർക്കും ഇനി തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ലാതെയാണ് കളി കണ്ടത്. ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ തരുന്നു. ഇനിയിപ്പോൾ റിസൾട്ട് എന്താണെങ്കിലും വേണ്ടില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ള. മറ്റേത് എല്ലാ വേൾഡ് കപ്പ് എടുക്കുമ്പോഴും ഈ കളർ TV വന്ന ശേഷം കപ്പടിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഉള്ള പരിഹാസങ്ങളും ട്രോളുകളൊക്കെ കുറേ കേട്ടിട്ടാണല്ലോ ഈ കളി കാണാതിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെ സമാധാനത്തോടെയാണ് കാണുന്നത്. ഇനി ജോർദാനും ഓസ്ട്രിയക്കെതിരെ കളിക്കുമ്പോഴോ അതിൻ്റെ ശേഷം പിന്നെ നോക്കൗട്ടിലേക്ക് കടന്നാലോ കടന്നില്ലെങ്കിലും ഒന്നും വലിയ ടെൻഷനില്ല. എന്തായാലും ഫുട്ബോൾ ആവേശം എല്ലാവരും എല്ലാ ടീമുകളും ഇപ്പം എന്നാൽ ശരിയും നമ്മൾ പറയാം ചെറിയ ചില ടീം ഇപ്പോൾ കേപ്പ് വെർഡയുടെ സ്പെയിനിനെതിരായിട്ടുള്ള മാച്ച് നമ്മൾ കണ്ടു. അതിൽ ഗോൾ കീപ്പർ 40 വയസ്സ് തികഞ്ഞ ഒരാൾ, വേറൊരു രാജ്യത്തിൻ്റെ ലീഗിൽ 2nd ഡിവിഷനിൽ കളിക്കുന്ന ഒരാൾ രാജ്യത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്രാവശ്യത്തെ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് കരുതപ്പെടുന്ന ഒരു ടീമിനെതിരെ ആ കളിയിൽ ഏറ്റവും കൂടുതൽ ബോൾ ടച്ച് ചെയ്തത് പ്ലേയേഴ്സ് അല്ല. അതിൻ്റെ കണക്കുകൾ പറയുന്നത് ഫോർവേഡോ ഡിഫൻഡേഴ്സോ മിഡ്ഫീൽഡേഴ്സോ ഒന്നുമല്ല, ഒരു ഗോൾ കീപ്പറാണ്. അപ്പം അയാൾ കെട്ടിയ വല അല്ലെങ്കിൽ ആ വലക്ക് അയാൾ കെട്ടിയ കോട്ട അതെത്ര കരുത്തുറ്റതായിരുന്നു എന്നുള്ളതാണ്. അപ്പം പ്രായവും പ്രദേശവും ജോഗ്രഫിക്കൽ കൺഫൈൻമെൻറ്റും ഒന്നും ഇല്ലാതെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഓരോ ദിവസവും ഓരോ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ്. അത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ചില വർഗീയ വിഭാഗീയ ശ്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ നമ്മളെ എല്ലാ അതിരുകളും ഫുട്ബോൾ ഇല്ലാതാക്കണമല്ലോ. എല്ലാ അതിർവരമ്പുകളും ഫുട്ബോൾ ഇല്ലാതാക്കണം. അത് ആ ഭൂലോകം പോലെ ആ ഗ്ലോബിനെ പോലെ നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റായിട്ട് ഇത് മാറണ്ടേ, ഫുട്ബോൾ മാറണ്ടേ. അപ്പോൾ അതിൽ രാഷ്ട്രീയത്തിൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നിൻ്റെയും വ്യത്യാസവും ഇല്ലല്ലോ. അതിന് ഫുട്ബോളിനോടുള്ള ഇഷ്ടമാണല്ലോ. അല്ല, മെസ്സി അപ്പോൾ കയറുന്നത് നല്ലതല്ലേ? ഹാട്രിക്കും അടിച്ച് കഴിഞ്ഞിട്ട് 80 മിനിറ്റിനോട് അടുത്തെത്തി നിൽക്കുമ്പോൾ പിന്നെ അയാളെ ഫീൽഡിൽ തുടരാനെന്ന് വെച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ലൈനപ്പും വളരെ സ്ട്രെങ്ത്തുള്ള ലൈനപ്പാണ്. ഇപ്പോൾ അൽവാരസ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിക്കോ പാസിനെ പോലെ ഒരാൾക്കൊരു അവസരം കിട്ടുമ്പോൾ, അതിന് മുമ്പ് ഗോൺസാലസിനെ പോലെ ആളുകൾ വരുമ്പോൾ, അവരൊക്കെ ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ മത്സരത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ട ആളുകളല്ലേ. അവർക്കൊരു മാച്ച് പ്രാക്ടീസിൻ്റെ കാര്യത്തിലും അത് നല്ല ഡിസിഷനാണ്. സ്കലോണി ഹാട്രിക്ക് അടിച്ച ശേഷം മെസ്സിയെ കൂടുതൽ ഇഞ്ചുറിക്ക് വിട്ടുകൊടുക്കാതെ
പിൻവലിച്ചത് നല്ല തീരുമാനമാണ്. താമരശ്ശേരിയിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് KPCC അംഗമായിട്ടുള്ള അരവിന്ദിനെതിരെ ഇങ്ങനെ ഒരു സ്ത്രീപീഡന പരാതി കിട്ടിയിട്ടുണ്ട്. ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഇന്നലെ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ അല്ല, ആരാണെങ്കിലും പോലീസ് നിയമപരമായ കാര്യങ്ങളുമായിട്ട് അതിനകത്ത് മുന്നോട്ട് പോട്ടെ. അതിനകത്തൊന്നും വേറെ തടസ്സം നിൽക്കുന്ന സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലല്ലോ. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇപ്പം ഇതിൽ പോലും അന്വേഷണ സംഘത്തെ പറ്റിപ്പോലും വലിയ ആശങ്കകൾ പങ്കുവെക്കപ്പെട്ടിരുന്നു. അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ചില ആളുകളെ സംബന്ധിച്ച്. പക്ഷേ ഞങ്ങൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകണം, നിഷ്പക്ഷമായി മുന്നോട്ട് പോകണം. ഞങ്ങൾക്ക് ഫേവറബിളായി പോകണമെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിഷ്പക്ഷമായി മുന്നോട്ട് പോകണം. അതിന് ഒരു മാറ്റം വരാൻ പാടില്ല. എനിക്ക് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. കാരണം ഇതിൻ്റെ അതർ സൈഡ് എന്താണെന്ന് തെരഞ്ഞെടുപ്പിന് പോകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ബോംബ് CPM കേന്ദ്രങ്ങൾ നിക്ഷേപിക്കുന്നത്. അത് പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന അപകടം നാടിന് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഒരു അതർ സൈഡ്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് വിശ്വസിച്ച് അതിൻ്റെ ഒരു അതർ സൈഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അവരോടും നാടിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ പറയുന്ന വർഗീയ അജണ്ടകളെ ഓൺ ചെയ്ത് ന്യൂസ് റൂമിലും ഡെസ്കിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന മാധ്യമ മുതലാളിമാരെയും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള അവർക്ക് എതിരായിട്ടും കൂടിയാണ് പോലീസിൻ്റെ ഈ നീക്കങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നതെന്നും കൂടെ സൂചിപ്പിക്കുന്നു.